സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. 7ാം ഡിവിഷൻ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PM ബഷീർ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി. 7ാം ഡിവിഷൻ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PM ബഷീർ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി. ഗനീസ് ഫലാഹി ഖിർഅത്ത് നിർവഹിച്ചു. ചടങ്ങ് മുഹമ്മദ് ഷിയാസ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ലീഗ് ട്രഷറർ TK ഷഹീർ അധ്യക്ഷത വഹിച്ചു. KM അഷ്റഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡിവിഷനിൽ നിന്ന് SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് അവാർഡുകൾ വിതരണം ചെയ്തു. ആപാദികൾ വർക്ക് ചെയ്തുകൊണ്ടിരിച്ചത് മുസ്ലിം പ്രസ്ഥാനത്തിന് വേണ്ടി ചെറുപ്പം മുതൽ വർക്ക് ചെയ്യുകയും മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറിയും യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കം ലീഗിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. മരണപ്പെട്ടു. അകാലത്തിൽ നിര്യാതനായ ഒരു വ്യക്തിയെ അനുസ്മരിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഡിവിഷനിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുക. ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ള ഒരു പുതിയ തലമുറക്ക് നമ്മളെ മൺമറഞ്ഞു പോയ ആളുകളുടെ പേരും അവർ ഈ സമൂഹത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകളൊക്കെ സ്മരിക്കപ്പെടുക എന്നുള്ളതിന് ഒരു ചെറിയ പരിചയപ്പെടുത്തലാണ് ഉണ്ടായിരുന്നത്. വളരെ സുദീർഘമായ കുട്ടികളെ നീട്ടിക്കൊണ്ടുവരാൻ കാരണം ഡിവിഷനിലെ അംഗനവാടി ടീച്ചർ ഫിലോമിനെ കൗൺസിലർ ഷീജ നവാസ് ആദരിച്ചു. മണ്ഡലം ലീഗ് പ്രസിഡന്റ് അക്ബർ ബാദ്ഷാ, സെക്രട്ടറി KA നിയാസ്, കൗൺസിലർ ഫൗസിയ സജീർ, മുൻ കൗൺസിലർ റജുല, KS അൻവർ, സലീം ഹസൻ, CA ഫൈസൽ, TK ലുക്മാൻ, PSD അഷ്റഫ്, ഫാസില നാസർ, നസീമ നൌഫൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. MH അസീസ് സ്വാഗതവും NE സുബൈർ നന്ദിയും പറഞ്ഞു. അനുസ്മരണ ചടങ്ങാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വരുന്നത്. ലീഗ് കുടുംബത്തിൽ നിന്ന് വിദ്യാർത്ഥി യുവജന നേതാവായി കടന്നു വന്നു. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഉണ്ടാവുകയും അതിനേക്കാൾ ഉപരിയായി കൊച്ചിയുടെ പൊതു രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വളരെ സാന്നിധ്യം നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുമായിരുന്നു ബഷീർ സാഹിബ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രികയിലൂടെ കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ പിതാവും ചന്ദ്രികയുടെ പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീട് അവർ താമസിക്കുന്ന വീടും ആ വഴിയും എല്ലാം ചന്ദ്രികയിലൂടെയാണ് അറിയപ്പെട്ടത്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷം. അത്രയധികം രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള